ഇതാണ് തൃശ്ശൂർ KSRTC. ഉള്ളില് ആ ബിൽഡിങ് 2 നില KSRTC ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന തൂണാണ് കേട്ടോ അത്. ഈ തൂണിലൂടെ ഒലിച്ചിറങ്ങണ വെള്ളം നോക്കൂ, ലീക്കേജ് ആണ് ഈ കാണുന്നത്. ഈ KSRTC ബിൽഡിങ്ങിന് ഈ തൂണിൽ തന്നെ ഇത്രയും ലീക്കേജ് വരുമ്പോൾ ഈ ബിൽഡിങ്ങിന് എത്രത്തോളം ഉറപ്പുണ്ടാവും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയും മോശമാണ്. നോക്കൂ, മോൾ ഭാഗമൊക്കെ വിണ്ട് കയറി ആ പൂപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം 2 നില ബിൽഡിങ്ങിൽ അതായത് ആദ്യത്തെ ബിൽഡിങ് കഴിഞ്ഞ് കീഴേക്ക് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്കും മോശപ്പെട്ട സ്ഥിതിയിലാണ് തൃശ്ശൂർ KSRTC സ്റ്റാൻഡ് എടുക്കുന്നത്. ഈ സ്ഥിതിക്കൊക്കെ ഉത്തരവാദി ആരാണ്? നമ്മൾ ഒരു മന്ത്രി, ഈ KSRTC ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നോക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു മന്ത്രി പദവി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ AC ഹാള് വെച്ചിട്ടുണ്ട്. ഈ AC ഹാൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ബിൽഡിങ്ങിൽ എന്തിനാണ് ഈ ഒരു AC ഹാള്? ഇപ്പോൾ നോക്കൂ, ഇതേപോലെ തന്നെ മറ്റൊരു തൂണാണ് കേട്ടോ. എല്ലാ തൂണിലും ഈ വാട്ടർ ലീക്കേജ് ആണ്. ഈ തൂണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED TV മുകളിലേക്കാണ് മുകളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. LED TV മുകളിലേക്ക് നമ്മുടെ ടാക്സ് കൊണ്ടാണ് ഈ LED TV ഒക്കെ വാങ്ങിയിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് ഈ ഗവൺമെൻറ് പ്രോപ്പർട്ടി, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ റൺ ചെയ്യുന്നത്. ജനങ്ങളുടെ ജനങ്ങൾക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ട, ടാക്സിൽ ഇളവ് കൊടുക്കേണ്ട ഗവൺമെൻറ് ഈ ഇതുപോലത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സക്സസ് ആക്കിയാലേ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ സക്സസ് ആവാതിരിക്കുമ്പോൾ ടാക്സ് വർധനവ്, വില വർധനവ് എല്ലാം ജനങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം ഇതുപോലത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിയമപരമായിട്ട് നിയമം അനുസരിച്ചുകൊണ്ട് നിയമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് കഴിയുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.